2025 വർഷത്തെ ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം മെയ് 21 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്ന് സംസ്ഥാന സമിതി അംഗം പ്രകാശ് കോലേരി പറഞ്ഞു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് വിവേചന ബിരുദ റാലിയും നടക്കും. സമ്മേളനത്തിൽ കെ ശ്രീദേവി, വി കെ രഞ്ജിനി, കെ സുരേഷ് എന്നിവരും പങ്കെടുത്തു. കേരള സംസ്ഥാനത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജൂനിയർ എന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ പ്രതിനിധികളായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 2 തരം അധ്യാപകരാണുള്ളത്. സീനിയർ അധ്യാപകരും ജൂനിയർ അധ്യാപകരും. എന്നാൽ ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരേ യോഗ്യതയുള്ള അധ്യാപകർ തന്നെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ബിരുദാനന്തര ബിരുദവും BEdും സെറ്റും ഒക്കെയുള്ള ഒരേ യോഗ്യതയുള്ള അധ്യാപകർ തന്നെ ഒരേ മേഖലയിൽ ഒരേ വിദ്യാലയങ്ങളിൽ എത്തിപ്പെടുകയും അവർ ഏതാനും പീരീഡുകളുടെ വ്യത്യാസം എന്നതിൻ്റെ മാനദണ്ഡം നോക്കിക്കൊണ്ട് ജൂനിയർ എന്നും സീനിയർ എന്നും വേർതിരിക്കപ്പെടുകയാണ്. 8 മുതൽ 14 വരെ പീരീഡ് എടുക്കുന്ന അധ്യാപകരെ ജൂനിയർ എന്നും 16 മുതൽ 25 വരെ പീരീഡ് എടുക്കുന്ന അധ്യാപകരെ സീനിയർ എന്നും അങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേതന വ്യവസ്ഥകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അടിസ്ഥാന ശമ്പളത്തിൽ തന്നെ 9,600 രൂപയുടെ ഏതാണ്ട് 10,000 രൂപയുടെ വ്യത്യാസം. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരേ ദിവസത്തിൽ ജോയിൻ ചെയ്യുന്ന ഒരു ജൂനിയറും സീനിയറും റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശമ്പളത്തിന് അന്തരം എന്ന് പറയുന്നത് ഏതാണ്ട് 36,000 രൂപയോളമാണ് ഇന്നത്തെ ഒരു കാൽക്കുലേഷൻ. എന്നാൽ വിദ്യാലയങ്ങളിലെ അവസ്ഥ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ ഈ ജൂനിയർ എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇളവ് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പീരീഡുകളുടെ കുറവ് എന്നുള്ളത് ആ ഡെഫിനിഷൻ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഓരോ മേഖലയിലായാലും ചിലപ്പോൾ 1, 2, 3 പേരൊക്കെ സ്ഥിരം ലീവുള്ള ആളുകളായിരിക്കാം. അങ്ങനെ ലീവുള്ള സമയത്തൊക്കെ തന്നെ ഈ അധ്യാപകരിലേക്കാണ് ഈ അധിക ഭാരം സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടികൾ കൂടുതലായിട്ട് എത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലയിൽ നമുക്ക് പ്യൂണില്ല, ക്ലർക്കില്ല. അതേ സമയത്ത് അവിടെ ഭാരിച്ച ചുമതലകളുണ്ട്. ഇപ്പൊ ക്ലറിക്കൽ ഡ്യൂട്ടികളായിട്ടുള്ള HITC, BIMS, സ്പാർക്ക്, അതുപോലെ തന്നെ NSS, സൗഹൃദ, അങ്ങനെ നിരവധിയായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ ആരാണ് പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭൂരിഭാഗവും ജൂനിയർ അധ്യാപകരുടെ തലയ്ക്കാണ് ഇത് വെച്ച് കെട്ടപ്പെടുന്നത്. എടുക്കുന്നവരാണ്. തുടക്കത്തിൽ 10,000, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, അത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഒരു 36,000, 40,000 രൂപയുടെ വ്യത്യാസത്തിൽ റിട്ടയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നീതി നിഷേധത്തിന്റെ അങ്ങേ തലത്തിലെ അനുഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ വക കാര്യങ്ങളാണ് ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ സംസ്ഥാന സമ്മേളനം മെയ് 21-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുക. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് അതിൽ പങ്കെടുക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വിവേചന വിരുദ്ധ ജാഥ, കാരണം ഈ വാക്കൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ശക്തമായ വിവേചനം ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ മാധ്യമങ്ങൾ കൂടി പൊതുജന മധ്യത്തിലേക്ക് അത് ഇറക്കി കൊണ്ടുവരാനാണ്. ധാരാളം ട്രേഡ് യൂണിയനുകൾ അധ്യാപക മേഖലയിൽ തന്നെയുണ്ട്, പല വിഭാഗങ്ങളിലായി. അങ്ങനെയാണെങ്കിൽ കൂടി പലപ്പോഴും സംഭവിക്കുന്നത്, ഈ ആദ്യകാലങ്ങളിൽ സംഘാംഗങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്ന പല സംഘടനകളും പിന്നീട് വരുമ്പോൾ ഏത് സംഘടനയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണോ അവർ നിലനിൽക്കുന്നത് അവർക്ക് വേണ്ടി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പം നമുക്കറിയാം, ആദ്യത്തെ ലേബർ യൂണിയൻ എന്ന് പറയുന്നത് 1922 സംഭവിക്കുന്ന വാടക്കുളം ബാവ എന്ന് പറഞ്ഞ ആളും, അദ്ദേഹം ഉദ്ദേശിച്ചത് പോലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു സംഘടന എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം അത് ഇടതുപക്ഷത്തേക്ക്, അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് അതിന്റെ മുന്നാളന്മാരായിട്ട് മാറിത്തീർന്നു.
അതേപോലെ തന്നെ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും എന്ന് വെച്ചാൽ സംഘങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംഘടനകളും പലപ്പോഴും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഓരോ വ്യക്തികൾക്ക് സിംഗിളായിട്ട് ഓരോ വ്യക്തികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അവർ കോടതിയെ സമീപിക്കുന്നത്. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എത്രയോ ആൾക്കാർ അനീതിയും അവഗണനയും നേരിടുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തേണ്ടി വരുന്നത്. അതിനാദ്യം ഞങ്ങൾ തീരുമാനിച്ചതും അതാത് ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയിൽ ചെന്ന് പറയുകയായിരുന്നു. പക്ഷെ അവരാരും തന്നെ ഞങ്ങളെ മുഖവിലേക്ക് പോലും എടുത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത രീതി അല്ലെങ്കിൽ ആരും തലതൊട്ടപ്പന്മാരല്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു പുതിയ സംഘടനയായി ഞങ്ങൾ തീരുമാനിച്ചത്. ഇവിടെ എല്ലാ സംഘടന പലർക്കും പല ചിന്താഗതികളായിരിക്കും. അത് വ്യക്തികളാണ്, വ്യക്തിപരമായിട്ടുള്ള ചിന്തയാണ്, നമ്മുടെ വീട് പോലെയാണ്. പക്ഷെ അത് നമ്മുടെ സംഘടനയിൽ ഉൾപ്പെടുത്തുന്നതേ ഇല്ല.